ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയിട്ടാണ്. 20 years after the end of the first world war, the world witnessed another war. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939 തൊട്ട് 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. Following the peace treaty at Paris in 1919, the victorious nation shared the colonies of defeated nations. Neither Germany nor Italy had any colony or market. അപ്പോൾ എന്താണ്, ജർമ്മനിക്കും ഇറ്റലിക്കും അവസാനം കോളനീസ് ഒന്നും ഇല്ലാണ്ടായി, അതുപോലെ മാർക്കറ്റ്സ് ഒക്കെ ഇല്ലാണ്ടായി. Therefore, enhance their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. അങ്ങനെ ഇറ്റലിയും ജർമ്മനിയും കൂടെ ഒരു തീരുമാനം എടുത്തു. അവരൊരു പ്ലാൻ ചെയ്യാണ്, വീക്കായിട്ടുള്ള നാഷൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാമെന്ന് അവരൊരു പ്ലാൻ ഇടുകയാണ്. ഇൻ ആൻ എഫേർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി ഓഫ് അഗ്രഷൻ, ഇറ്റലി ആൻഡ് ജർമ്മനി അലോങ് വിത്ത് ജപ്പാൻ ഫോംഡ് ആൻ അലയൻസ് കോൾഡ് ആക്സിസ് പവേഴ്സ്. അങ്ങനെ ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലയൻസ് ഇവിടെ ഉണ്ടാവുകയാണ്, ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും കൂടിയിട്ട്. കൗണ്ടറിങ് ദിസ് അലയൻസ്, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന ഫോം ദ അലൈഡ് പവേഴ്സ്. അപ്പോൾ ഇതിന് ഈ അലയൻസ് എന്താണ്, ഇത് കണ്ടോടുകൂടെ ബ്രിട്ടനും ഫ്രാൻസും ചൈനയും കൂടെ അലൈഡ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എന്താ പറയുക, ഒരു സംഭവം ഫോം ചെയ്തു. ഇറ്റലിയും ജർമ്മനിയും കൂടിയിട്ടാണ് ആക്സിസ് പവേഴ്സ് തുടങ്ങിയത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആക്സിസ് പവേഴ്സിലുള്ള കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്സിസ് പവേഴ്സിലുള്ളത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഈ 3 കൺട്രീസാണ് ആക്സിസ് പവേഴ്സിലുള്ളത്. അലൈഡ് പവേഴ്സിലുള്ളത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻ ദ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. അപ്പോൾ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസിൽ അവസാനം അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ ജോയിൻ ചെയ്തു. ദി ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ് ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ആക്സിസ് പവേഴ്സ്. When Germany, Italy and Japan attacked other nations, capitalist countries like Britain and France did not prevent the attack. അപ്പോൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും കൂടെ വേറെ നാഷൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ഈ അറ്റാക്ക് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ ഇതൊന്നും തടയേണ്ട ആവശ്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ദേ കൺസിഡേർഡ് സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. അപ്പോൾ അവർ ഈ സോവിയറ്റ് യൂണിയനെ, സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള അവിടുത്തെ സോവിയറ്റ് യൂണിയനെ കൺസിഡർ ചെയ്തിരുന്നു, അവരുടെ ഒരു ചീഫ് എനിമി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ദിസ് പോളിസീസ് വിച്ച് എൻകറേജ് ദ ഫാസിസ്റ്റ് അറ്റാക്ക് ഇസ് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊന്നും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും എന്താണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് വല്ല എസ്സേ ഒക്കെ എഴുതാനായിട്ട് വരുവാണെങ്കിലും ഇതൊക്കെ എഴുതേണ്ടി വരും. On 1st September 1939, Germany attacked Poland. This prompted the Allied nation to declare war against Germany that ultimately resulted in the outbreak of Second World War. അങ്ങനെ സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് എന്താണ്, ആക്സിസ് പവേഴ്സിലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അലൈഡ് നേഷൻ ടു ഡിക്ലെയർ വാർ എഗെയിൻസ്റ്റ് ജർമ്മനി. അങ്ങനെ ആക്സിസ് പവേഴ്സിലുള്ള ഒരു കൺട്രി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ അലൈഡ് പവേഴ്സിലുള്ള കൺട്രീസ് എന്ത് ചെയ്തു, ജർമ്മനിക്കെതിരെ ഒരു വാർ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് സെക്കൻഡ് വേൾഡ് വാറിനൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ എഫക്ട്സ് ഓഫ് ദി വാർ, നമുക്കൊരു വാർ കഴിഞ്ഞാൽ എന്തായാലും അവിടുത്തെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും നമുക്കറിയാമല്ലേ, അപ്പോൾ അത് നമുക്ക് നോക്കാം. The entry of Soviet Union and America changed the complexion of Second World War. Italy and Germany could not withstand the attack and surrendered immediately. Mussolini was killed by the local partisans. അങ്ങനെ നമ്മുടെ മുസോളിനി ഇവിടെ മരിക്കുകയാണ്. പിന്നെന്താ, ഹിറ്റ്ലർ കമ്മിറ്റഡ് സ്യൂസൈഡ്. അപ്പോൾ നമ്മൾ മറ്റേ ചൈനയുടെ റെവല്യൂഷനല്ല, റഷ്യൻ റെവല്യൂഷനിലല്ലേ നമ്മൾ മുസോളിനിയും ഹിറ്റ്ലറിനെയും പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഇവിടെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അവർക്കൊക്കെ അറ്റാക്ക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മുസോളിനി എന്താണ്, ലോക്കൽ പാർട്ടിസൻസിൻ്റെ അവർ കൊന്നു കളഞ്ഞു മുസോളിനിനെ. മാത്രമല്ല ഹിറ്റ്ലർ
suicide ചെയ്തു. The Soviet army moved towards Japan through ട്രാൻസ് സൈബേരിയ വഴി സോവിയറ്റ് ആർമി ജപ്പാനിലേക്ക് പോവാണ്. But before it could reach Japan, the United States of America dropped 2 atom bombs in Japan, Little Boy in Hiroshima on 6 October 1945 and Fat Man in Nagasaki on 9 August. അപ്പോൾ ജപ്പാനിലേക്ക് പോകുന്ന വഴിയിൽ എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കക്കാർ ആ പോകുന്ന വഴിയിൽ 2 അണുബോംബുകൾ ആറ്റം ബോംബ്സ് ഇട്ടു. അതിൽ ജപ്പാനിൽ ഇട്ട ബോംബിൽ ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ ഇട്ടത്. അതാണ് 6 ഓഗസ്റ്റ്. നമ്മൾ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളൊക്കെ ആചരിക്കാറില്ലേ, അതുപോലെ ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ ഇട്ടത്. അതുപോലെ ഫാറ്റ്മാൻ ആണ് നാഗസാക്കിയിൽ ഇട്ടത്. ജപ്പാൻ സറണ്ടർ. എന്താ ഉണ്ടായത്? അതോടുകൂടെ ജപ്പാൻ കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ ആറ്റം ബോംബിൻ്റെ എക്സ്പ്ലോഷൻ്റെ പിക്ചേഴ്സാണ്, പിന്നെ ക്ലോക്ക് നിൽക്കുന്ന പിക്ചർ, പിന്നെ ബോംബ് ഇട്ടതിന് ശേഷമുള്ള അവസ്ഥയൊക്കെയാണ് ഇവിടെ ഫോട്ടോസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് നോക്കാം. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. അപ്പോൾ എന്തായാലും 10 മില്യൺ ആൾക്കാർ ഏകദേശം മരിച്ചുപോയി. ഇക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയ്ഡ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഇക്കണോമിക് സിസ്റ്റം ഒക്കെ നാശനഷ്ടത്തിലായി. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡിമിനൈസ്ഡ്. അങ്ങനെ അവരുടെ ഡൊമിനൻസൊക്കെ ഭയങ്കരമായിട്ട് വേൾഡിൽ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ഡിമിനിഷ്ഡ് ആയിപ്പോയി. പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അപ്പോൾ അമേരിക്കയ്ക്കും എന്താ പറയുക സോവിയറ്റ് യൂണിയനൊക്കെയാണ് പവേഴ്സ് കിട്ടിയത്. ഇൻ എ ബിഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. അങ്ങനെ എന്താണ് UNO എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന പോയിൻറ്റ്സ് മാത്രം പഠിക്കുക, അല്ലാണ്ട് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പോയിൻറ്റ്സ് പഠിക്കുക. അതുപോലെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എല്ലാതും എഴുതാം. സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞാൽ നല്ല പോലെ കുറേ എഴുതാം. നമുക്കറിയുന്ന എല്ലാതും എഴുതാം, അല്ലാണ്ട് കുറച്ചായിട്ട് ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല. അടുത്തത് നോക്കാം. ഓൺ ദി വിങ്സ് ഓഫ് പീസ്. അപ്പോൾ ഇവിടെ ഒക്ടോബർ 24 എന്ന് പറയുന്നതാണ് യുണൈറ്റഡ് നേഷൻസ് ഡേ എന്ന് പറയുന്നത്. ഇവിടെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഡേയ്സിനെ പറ്റിയാണ് പറയുന്നത്. Although the League of Nations was established following First World War, it failed to maintain world peace. അപ്പോൾ നമ്മൾ ഒരു ലീഗ് ഓഫ് നേഷൻസ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്നു അല്ലേ, അത് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫെയിലായിപ്പോയി. ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ efforts were taken to set up an organization for preserving global peace. This resulted its establishing of United Nations Organization on 24th October 1945. The headquarters of UN is in New York, United States of America. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്താ പറയുക ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ തുടങ്ങി. പക്ഷേ പീസൊന്നും കൊടുക്കാൻ പറ്റാണ്ട് തന്നെ അത് ഫെയിലായി പോവാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഓർഗനൈസേഷൻ തുടങ്ങി, അതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. അടുത്തത് colonies become free. Post-Second World War, dominance of imperial powers was questioned. European countries could not suppress the intensified nationalist movements in colonies. The USA and the USSR, which emerged as superpowers after the Second World War, supported freedom movements in various European countries, European colonies. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവരുടെ പവേഴ്സൊക്കെ നഷ്ടമാവുക എന്നല്ല, പവേഴ്സിന് എതിരൊക്കെ ആയിട്ട് ചോദ്യം ചെയ്യലൊക്കെ വന്നു. അങ്ങനെ USA-യും USSR-ഉം എന്താണ് സൂപ്പർ പവേഴ്സൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർക്ക് സൂപ്പർ പവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ ആര് സപ്പോർട്ട് ചെയ്തു? യൂറോപ്യൻ കോളനീസൊക്കെ ആ ഒരു കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഗ്രാജുവലി കോളനീസ് സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീകോളനൈസേഷൻ. അപ്പോൾ എന്താണ് ഡീകോളനൈസേഷൻ എന്ന് ചോദിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കോളനീസ് എന്തായി? സെക്യൂർ ഫ്രീഡം ഫ്രം ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഇമ്പീരിയലിസ്റ്റ് കൺട്രോളിൽ നിന്നും അവർ കോളനീസ് സ്വന്തമായിട്ട് ഫ്രീഡം അല്ലെങ്കിൽ സെക്യൂർ ഫ്രീഡം അവർ കണ്ടെത്താനായിട്ട് തുടങ്ങി. അതാണ് ഡീകോളനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനിയിൽ നിന്നും മറ്റുള്ളവർ ഇപ്പോൾ വേറെ ഭരണങ്ങളൊക്കെ ആയിരുന്നല്ലോ അവരെ മാറ്റി നിർത്താനായിട്ട് തുടങ്ങി. ഇവർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങിയ കഥയാണ് ഇവിടെ പറയുന്നത്.
Cold War. The USA and the USSR that formed anti-fascist alliance during the Second World War parted from each other after the war. അപ്പോൾ യു എസ് എയും യു എസ് എസ് ആറും കൂടിയിട്ട് ഒരു ആൻറ്റി ഫാസിസ്റ്റ് അങ്ങനൊരു അലയൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. The USA floated a new alliance of capitalist countries while USSR led socialist nations. അപ്പോൾ യു എസ് എ എന്താണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലേക്ക് നീങ്ങുകയും ചെയ്തു, അതുപോലെ യു എസ് എസ് ആർ സോഷ്യലിസ്റ്റ് നേഷൻസിലേക്കാണ് മാറിപ്പോയത്. ദീസ് ടു ബ്ലോക്സ്, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, റെപ്രസെൻറ്റഡ് കോൺട്രാഡിക്ടറി ideas continued their political and diplomatic wars. This enmity based on ideological conflict and diplomatic confrontations was called Cold War. അപ്പോൾ എന്താണ് കോൾഡ് വാർ എന്ന് ചോദിക്കാം. കോൾഡ് വാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം തല്ലും ബഹളമൊന്നും ഇല്ലാണ്ട് കോൾഡ് വാർ കുറച്ച് തണുത്ത യുദ്ധമാണ്. അപ്പോൾ രണ്ട് ബ്ലോക്സായി മാറി, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കുമായി, ഒന്ന് സോഷ്യലിസ്റ്റ് ബ്ലോക്കുമായി. ക്യാപിറ്റലിസ്റ്റ് ആരുടെയാണ്? യു എസ് എയാണ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് യു എസ് എസ് ആർ ആണ്. ജസ്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് നോക്കാം. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്. അപ്പോൾ എന്താണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് ചോദിക്കാം. ഫോളോയിങ് ദി സെക്കൻഡ് വേൾഡ് വാർ മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. അപ്പോൾ അവർക്ക് മനസ്സിലായി കോൾഡ് വാർ എന്ന് പറയുന്നത് വേറൊരു ഇമ്പീരിയലിസം ആണ്, അത് എന്തായാലും പീസ് നശിപ്പിക്കുന്നവർക്ക് മനസ്സിലായി. The liberated nation decided not to join any of the blocs and formed the non-aligned movement. They understood that the race of superpowers for weapons and stronger military force would pose harm to them. They realized that only a word sans wars and conflicts accelerates economic and social development. The idea of non-aligned movement was moved at a meeting held in Bandung in Indonesia in 1955. The first conference of non-aligned countries was held in Belgrade in 1961. Non-alignment doesn't mean to keep aloof from world affairs, rather it is to face many issues we confront, Jawaharlal Nehru said, indicating the objectives of movement. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഇൻഡിപെൻഡൻ്റ് ആയ നേഷൻസൊക്കെ തീരുമാനിച്ചു അവർ ഒരു ബ്ലോക്സിലേക്കും ജോയിൻ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കോൾഡ് വാറിന് ശേഷം രണ്ട് ബ്ലോക്കായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ബ്ലോക്കിലേക്കും ഈ ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് പോയില്ല എന്ന് മനസ്സിലാക്കി. കാരണം പോയി കഴിഞ്ഞാൽ പിന്നീട് മിലിറ്ററി ഫോഴ്സും വെപ്പൺസും അങ്ങനെയൊക്കെ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കി. അതൊക്കെയാണ് ഇവിടുത്തെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വെസ്റ്റ് ഏഷ്യ. This is an extract from speech delivered by the chairman of Palestine Liberation Organization. അപ്പോൾ അത് പാലസ്റ്റീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ PLOയുടെ ഫുൾ ഫോം ആണ് കേട്ടത്. Until the First World War, the territory including Palestine was part of the Turkish Empire. അപ്പോൾ എന്താ പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ നമ്മളെ പാലസ്തീനൊക്കെ ടർക്കിഷ് എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആസ് ടർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദ വാർ, ബ്രിട്ടൻ ടുക്ക് ഓവർ ദ റീജിയൻ. സിൻസ് ദ ജ്യൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ ഇൻ ദി വാർ, ദെൻ ദ ബ്രിട്ടൻ ഫോറിൻ സെക്രട്ടറി ആർത്തർ ബൾഫർ declared the establishment of Jewish nation in West Asia as reward. It is known as Balfour Declaration. അപ്പോൾ എന്താണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ടർക്കിഷ് എംപററൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ടർക്കിനെ നമ്മൾ വാറിൽ ഡിഫീറ്റ് ചെയ്ത ടൈമിൽ ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്തിരുന്നതൊക്കെ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് എന്നുള്ളൊരു കൺട്രി, ജ്യൂസിൻ്റെ നേഷനായിട്ട് കൊടുക്കുകയാണ് വെസ്റ്റ് ഏഷ്യനെ. അതിനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദി അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖൈൽ ഗോർബച്ചേവ്. അപ്പോൾ എന്താണ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യലിസം, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസി, ഫെയിലർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണാണ്ട് പഠിക്കാൻ നോക്കുക. കാണാണ്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ പഠിക്കാം. ഒരിക്കലും കാണാണ്ട് പഠിക്കണം എന്ന് പറയില്ല, മനസ്സിലായ രീതിയിൽ പഠിക്കാം. യൂണിപോളാർ വേൾഡ് അമേരിക്കൻ ഡോമിനൻസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ സംഭവത്തൊക്കെ പോയിൻറ്റ്സ് മാത്രം പഠിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ലേ,
Utilizing international agencies, America provide financial and military aids to countries of the world. അപ്പോൾ വേൾഡിലുള്ള എല്ലാ എന്താ പറയുക കൺട്രീസിലേക്കും അമേരിക്ക ഫിനാൻഷ്യലായിട്ടും മിലിറ്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്തു. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ് എക്സ്റ്റെൻഡ് ചെയ്തു. മീഡിയ വർ യൂസ് ടു പ്രൊമോട്ട് അമേരിക്ക വെസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ കുറേ കാലങ്ങൾക്കൊക്കെ മീഡിയയുടെ ഹെൽപ്പോട് കൂടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെയാണ്. പിന്നെ നിയോ ഇംപാരലിസം അതെന്താണെന്ന് നോക്കാം. ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പയറലിസം എമേർജ്. അപ്പോൾ നമ്മുടെ വാറിന് ശേഷം ഒരു പുതിയ ഇമ്പയറലിസം വരികയാണ്. മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി ആൻഡ് ഫങ്ഷനിങ് ഇൻ എ മെനി കൺട്രീസ് began to interfere the economic, social, cultural sectors of later for serving the interest of capitalist countries. It is known as neo-liberalism. അപ്പോൾ നിയോ ഇംപെറലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ഓരോ കൺട്രീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ കൺട്രീസിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ചെയ്യുന്നത് ഇവരായിരുന്നു. began to interfere in the economic and social cultural sectors of later for serving the interest of capitalist country. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ വേറെ കൺട്രീസിലൊക്കെ വന്നിട്ട് അവിടെ ഫങ്ഷനിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഇവർ തുടങ്ങുകയാണ്. അതാണ് നിയോ ഇംപെറലിസം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പിന്നെ ഗ്ലോബലൈസേഷൻ. അപ്പോൾ പ്രൈവറ്റൈസേഷൻ അത് ആ ഒരു സംഭവമില്ലേ, അതുപോലെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ പഠിച്ചിരിക്കണം. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രൊഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ സാധാരണയായിട്ടുള്ള മാർക്കറ്റിലേക്ക് മൾട്ടിനാഷണൽ പ്രൊഡക്ട്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ലിബറലൈസേഷനായിട്ട് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത്. അടുത്തത് ഗ്ലോബലൈസേഷൻ. ഇക്കണോമിക് സിസ്റ്റം ഓഫ് കൺട്രി ലിങ്ക്ഡ് ഇൻ ഗ്ലോബൽ ഇക്കണോമി. ദി ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ് കോമ്പറ്റീഷൻ ആൻഡ് ഡ്രൈവൻ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻറ്റ്. അപ്പോൾ ഗ്ലോബലൈസേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഗ്ലോബലൈസേഷൻ ചാലഞ്ചസൊക്കെ കുറച്ച് എന്താ പറയുക, നമ്മുടെ കൺട്രീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ചാലഞ്ചസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ദ ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചാലഞ്ചഡ് ദ കോൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, led to destruction of indigenous culture, price of agricultural products plunged, public sector undertakings were destroyed, government withdrew from social service sectors, natural resources were looted. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഉണ്ടായ ചാലഞ്ചസ്. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഉള്ള ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് ഈ പോയിൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുക, അല്ലാണ്ട് ജസ്റ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാണ്ട് പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നമ്മൾ ജസ്റ്റ് അത് മനസ്സിലാക്കിയിട്ടാണ്, നമുക്കതൊരു കഥ പോലെ മനസ്സിലാക്കി വെച്ചിട്ട് അത് നമ്മൾ നമ്മുടെ ഭാഷയിൽ എഴുതാം. അതാണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ എഴുതുക. ഒരിക്കലും അത് കാണാണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഒരു കഥ അത് വായിച്ചിട്ട് എന്ത് മനസ്സിലാവുന്നു അത് എഴുതി വയ്ക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനത് ജസ്റ്റ് വായിച്ചിട്ട് ജസ്റ്റ് മീനിങ് പറഞ്ഞു തരാണ്. ഇനി ഡീറ്റെയിൽ മീനിങ് ആയിട്ട് പറഞ്ഞു തരണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.